ശ്രുതി നമുക്കെല്ലാം ആ ദുരന്തത്തിൻ്റെ വലിയ ഒരു പ്രതീകമായി നമ്മൾ കണക്കാക്കുന്ന ശ്രുതി അവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അതിനുശേഷം ശ്രുതിക്കുണ്ടായ ദുരന്തവുമൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ്. ഒരു അപകടത്തിൽ ശ്രുതിയെ കഴിക്കാനിരുന്ന ജെൻസൺ മരണം സംഭവിക്കുന്നു. അതെ, വളരെ ഗുരുതരമായി ദുരന്തത്തിലകപ്പെട്ട് പോയ ശ്രുതിയാണ്. മുറിവേറ്റ മനസ്സുമായി ശ്രുതിയെ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെട്ടതാണ്. ആ ശ്രുതി കൂടി ഈ ജനാധിപത്യത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു അടയാളപ്പെടുത്തൽ തന്നെ. രാഹുൽ നമുക്കൊപ്പുണ്ട്. രാഹുൽ, ഇപ്പം നേരത്തെ നമ്മളോട് പ്രതികരിച്ചവർ പറഞ്ഞു പ്രതീക്ഷിച്ചത്ര ആളുകൾ എത്തിയില്ലാന്ന്. പക്ഷേ ശ്രുതി അടക്കമുള്ളവർ വരുന്നു എന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും കുറച്ച് സമയങ്ങൾക്കകം കൂടുതൽ ആളുകളെ പ്രതീക്ഷിക്കാം അല്ലേ? ശ്രുതി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കട്ടെ അല്ലേ? രാഹുൽ തീർച്ചയായും സംശയമില്ല. ദുരന്തത്തിൽ, മഹാദുരന്തത്തിൽ ബന്ധുക്കളെല്ലാവരെയും നഷ്ടപ്പെട്ടു. പിന്നീട് വിവാഹം നിശ്ചയിച്ച, വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു, അതിനുശേഷം വിവാഹം നിശ്ചയിച്ച ജെൻസനെ ഒരു അപകടത്തിന്റെ രൂപത്തിൽ നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നീട് നാടൊന്നടങ്കം തന്നെ ശ്രുതിയെ ചേർത്ത് നിർത്തുകയാണ്. സർക്കാരിന്റെ സഹായം, ജോലി ഉൾപ്പെടെ നൽകുകയൊക്കെ ചെയ്തതാണ്. അതിൽ ശ്രുതി ഇപ്പോൾ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. ചുരൽമലയിലെ 167 നമ്പർ ബൂത്തിൽ, അതായത് അട്ടമലയിലുള്ളവർക്ക് വേണ്ടി ഉള്ള ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ശ്രുതിക്ക് ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ജെൻസനെ നഷ്ടമായ അപകടത്തിൽ ശ്രുതിയും വാഹനത്തിലൊപ്പം ഉണ്ടായിരുന്നു. ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ദിവസങ്ങളോളം ആശുപത്രിയിലായിരുന്നു. പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായും മുക്തയാകുകയും ചെയ്തിട്ടില്ല. നടക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പോലും ശ്രുതി വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബന്ധുക്കൾക്കൊപ്പം വാഹനത്തിലാണ് വന്നത്. ഊന്നുവടിയുടെ സഹായത്തോടു കൂടിയാണ് നടന്ന് ബൂത്തിലേക്ക് കയറിയിട്ടുള്ളത്. വോട്ട് ചെയ്ത് പുറത്തേക്ക് എത്തിയതിനു ശേഷം ശ്രുതിയുടെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. ഏതായാലും വളരെ മാതൃകയാണ് ശ്രുതി എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ സമൂഹം ഒന്നടങ്കം ഓരോരുത്തരും ശ്രുതിയെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത്. ശ്രുതിക്ക് സഹായങ്ങളും സ്നേഹ സമ്മാനങ്ങളും ഒക്കെയായി തന്നെ നാട് ഒന്നടങ്കം നിൽക്കുന്ന ഒരു മാതൃകാപരമായ പ്രവൃത്തിയാണ് കണ്ടിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രുതിക്ക് അച്ഛനും അമ്മയും ഒക്കെ അടക്കം 6 പേരെയാണ് ഈ ദുരന്തത്തിൽ നഷ്ടമായിരുന്നത്. അതിന് ശ്രുതി ആ സമയത്ത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടെ ജോലി സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ശ്രുതി അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഈ ദുരന്തം അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് വരുന്ന സമയത്ത് ആണ് ജെൻസനെയും നഷ്ടപ്പെടുന്നത്. ജെൻസൺ ഏതായാലും ശ്രുതിയെ തന്റെ ജീവനുള്ള കാലത്തോളം ചേർത്ത് നിർത്തും. ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ടത് അത് ശ്രുതിയെ അറിയിക്കാത്ത വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ വിധി വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും എത്തുകയാണ് ഉണ്ടായത്. ജെൻസണും ശ്രുതിയും ഒരുമിച്ച് കാറിൽ പോകുന്നതിനിടെയാണ് അപകടം സംഭവിക്കുന്നത്. അവർ സഞ്ചരിച്ചിരുന്ന കാറ് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. ജെൻസന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഏകദേശം 2 ദിവസത്തോളം ചികിത്സയിലായിരുന്നു. വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തി വരികയായിരുന്നു. ജെൻസൺ മരണപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ജെൻസന്റെ ഈ പൊതുദർശനത്തിലടക്കം നാടൊന്നടങ്കം ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം. ഞാനന്ന് ജെൻസന്റെ വീട്ടിലേക്ക് അടക്കം പോയിരുന്നു. അച്ഛനും അമ്മയും അലമുറയിട്ട് കരയുന്ന സമയത്ത് അവർ ചോദിക്കുകയായിരുന്നു, ശ്രുതിയോട് എന്ത് പറയും ജെൻസ, എങ്ങനെയാണ് ശ്രുതിയെ ആശ്വസിപ്പിക്കാൻ കഴിയുക എന്നടക്കമാണ് ജെൻസന്റെ അച്ഛനും അമ്മയും അന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചിരുന്നത്. ഏതായാലും ശ്രുതി ഇപ്പോൾ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. പറഞ്ഞതുപോലെ 167 നമ്പർ ബൂത്തിൽ അട്ടമലക്കാർക്ക് വേണ്ടിയുള്ള ബൂത്തിലെത്തിയാണ് ശ്രുതി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തന്റെ സമ്മതിദാനാവകാശം ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും ശ്രുതി ഏതായാലും ചെയ്തു എന്നത് തന്നെയാണ്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വോട്ടർമാരോടുള്ള പ്രതികരണം ഏതായാലും നമുക്ക് ഈ ബൂത്തിനടുത്ത് നിന്ന് ലഭ്യമാക്കാൻ കഴിയില്ല. കുറച്ചുകൂടി മാറിയതിനു ശേഷം ശ്രുതിയോട് സംസാരിക്കാൻ കഴിയും. ശ്രുതിയുടെ പ്രതികരണം കേടുകയാണ്. ശ്രുതിയോട് സംസാരിക്കാമെന്നാണ് ഒരു പ്രത്യേകം തയ്യാറാക്കിയൊരു നേരത്തെ പണ്ട് നിങ്ങൾ സ്കൂളായിരിക്കല്ലോ വോട്ട് ചെയ്തിട്ടുണ്ടാവും അന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം സാധാരണ ഇപ്പൊ എങ്ങനെ
ആശുപത്രി കിടക്കുമ്പോഴേ വോട്ട് ചെയ്യാൻ ചിലപ്പോൾ ആൾക്കാർ ഒഴിവാക്കുമല്ലോ. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യാൻ വരണമെന്ന് വിചാരിക്കാൻ കാരണം ഉണ്ടായിരുന്നു? അല്ല, നമുക്ക് എല്ലാവരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഇനി മുന്നോട്ട് വരാൻ ഒരാളുണ്ടാവുമല്ലോ, ആ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനും കൂടെ ഇപ്പോൾ വന്നത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ തീരുമാനം എടുത്തിരുന്നു വോട്ട് ചെയ്യണം? വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചതായിരുന്നു. ഇലക്ഷനൊക്കെ കാണുന്നുണ്ടായിരുന്നു, പ്രചരണങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ എവിടെയായിരുന്നു വോട്ട്? മുൻകാലങ്ങളിലൊക്കെ എവിടെയായിരുന്നു വോട്ട്? നമ്മുടെ ഈ വെള്ളാർമല സ്കൂൾ തന്നെയായിരുന്നു. ആരെങ്കിലുമൊക്കെ കാണാൻ പറ്റിയോ ഇവിടെ? പരിചയമുള്ള ആളുകളെ എല്ലാവരും നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെ ഇവിടെ ഉള്ള. ഇവിടെ ഇപ്പം എല്ലാവരും രാവിലെ മുതൽ വരുന്നവരൊക്കെ ഒരു പരസ്പര സ്നേഹം പങ്കുവയ്ക്ക് കാണാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറെ കാലമായിട്ട് കാണാത്തവരും കൂടിയാണല്ലോ. അപ്പം അതും കൂടി ഒരു വോട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ മനസ്സിലുണ്ടാവല്ലോ. അതെ അതെ, എല്ലാവരും മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ വന്ന, എല്ലാവരും കണ്ടു, സന്തോഷം. എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ശരിയായി വരുന്നുണ്ട്. ഊന്നുവടിയുടെ സഹായത്തോടെയാണല്ലോ അതെ അതെ അതെ. ബുദ്ധിമുട്ടാണോ? 6 മാസം വരെ ഇതിനിപ്പോൾ എന്തായാലും വേണം, അതിൻ്റെ ആവശ്യത്തിലേ നടക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വോട്ട് ചെയ്യണമെന്ന് ഉറപ്പിച്ചതല്ലേ? അതെ. ആരൊക്കെ കൂടെ വന്നിട്ടുള്ളത്? ഇപ്പം ചേച്ചിയുണ്ട്, ഏട്ടനുണ്ട്, ചേച്ചിൻ്റെ ഹസ്ബൻഡാണ്. അവരൊക്കെ വോട്ട് ചെയ്തതിന് ശേഷം ശ്രുതിയെ കൊണ്ടുവന്നത് വേറെ ബൂത്തായിരിക്കില്ല അവരുടെ? അല്ല, സെയിം ബൂത്ത് തന്നെയാണ്. നമ്മളിവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ്. കുറച്ച് നാളിന് ശേഷമാണല്ലോ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോ എന്താ മൊത്തത്തിലൊരു തോന്നൽ? സ്വന്തം നാട്ടിലേക്ക് വരുമ്പോ, നാട്ടിലോട്ട് വരുമ്പോൾ പണ്ട് വരുന്ന ഒരു ഫീലിങ്സ് ഇപ്പം ഇല്ല, കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ തന്നെ നഷ്ടപ്പെടുകയും സ്നേഹിച്ച ജനസനെ നഷ്ടപ്പെടുകയും ചെയ്ത ശ്രുതി ഈ ജനപതിയുടെ ഭാഗമാകുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ശ്രുതി മാധ്യമങ്ങളോട് സംസാരിച്ചത്. ശ്രുതി അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ എല്ലാവരും പിന്തുണച്ചതാണ്, അല്ലെങ്കിൽ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകിയതാണ്. അത് തുടർന്നും വേണം. അതിനുള്ള ഒരു കുറച്ചാൾ എന്ന നിലയ്ക്ക് വോട്ട് രേഖപ്പെടുത്തണമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അങ്ങനെ ശ്രുതിയും വോട്ട് രേഖപ്പെടുത്തുകയാണ്. 50% വയനാട്ടിലും ഇപ്പോൾ പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. ചേലക്കര 50 പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി സമയം വളരെ കുറച്ചാണ് അവശേഷിക്കുന്നത്. എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞിട്ടൊക്കെ എല്ലാ ആളുകളൊക്കെ എത്തിക്കഴിയുമ്പോൾ എന്തായാലും ചേലക്കരയിൽ കുറച്ചുകൂടി പോളിംഗ് മുന്നോട്ട് പോകും. അതേസമയം നമ്മൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ ഈ 75 ശരാശരി എന്ന വയനാടിന്റെ ശരാശരിക്കൊപ്പം എത്താൻ സാധ്യതയില്ല.